നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് 2024 കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആര്? NK പ്രേമചന്ദ്രൻ. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി? ആൻസർ ഒമർ അബ്ദുള്ള. അടുത്തത്, ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ് ഏത്? ആൻസർ ഡാന. ഹരിയാന മുഖ്യമന്ത്രിയായി നിയമിതനായത് ആര്? നയാബ് സിംഗ് സൈനി. ഒന്നുകൂടെ നോക്കാം. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് NK പ്രേമചന്ദ്രനാണ്. ജമ്മു കാശ്മീരിന്റെ നിലവിലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. അടുത്തത്, ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് ഡാന. അടുത്തത്, ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. അടുത്തത്, സുപ്രീം കോടതിയുടെ 51ാം ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് ആര്? വിജയ കിഷോർ രഹത്കർ. അടുത്തത്, ബ്രിക്സിന്റെ 16ാം ഉച്ചകോടി നടക്കുന്നത് എവിടെ? റഷ്യൻ നഗരമായ കസാനിലാണ്. ഈ വർഷത്തെ സാമ്പത്തിക നോബൽ ലഭിച്ചത് ആർക്കൊക്കെയാണ്? 3 പേർക്കാണ്. ഡാരോൺ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ഒന്നുകൂടെ നോക്കാം. സഞ്ജീവ് ഖന്നയാണ് നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. വിജയ കിഷോർ രഹത്കർ ആണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ബ്രിക്സിന്റെ 16ാം ഉച്ചകോടി നടക്കുന്നത് റഷ്യയിലെ കസാനിലാണ്. ഡാരോൺ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ് ഈ വർഷത്തെ സാമ്പത്തിക നോബൽ ലഭിച്ചത്. അടുത്ത പോയിന്റ്, ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ്. അടുത്തത്, കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് ഇ മോചൻ.